എടുക്കണ്ട എന്ന് തോന്നിയ സിനിമകളോ എടുത്തിട്ടുണ്ടോ? എത്രയോ പേരുണ്ട്, എത്രയോ സിനിമകളുണ്ട്. എത്രയോ സിനിമകൾ അത് വേണ്ട എന്നുള്ളത് തോന്നിയിട്ടുണ്ട്. അത് ഏത് സിനിമയെന്ന് ഞാൻ ഇല്ല ഇല്ല പറയുന്നത്. ഇല്ല അല്ല. അപ്പോൾ അങ്ങനെ പല സിനിമകൾ ഞാൻ എടുക്കാണ്ടിരിക്കുന്നുണ്ട്. അത് പല സിനിമകളും എൻ്റെ ഏറ്റവും സുഹൃത്തുക്കളുള്ള സിനിമകൾ ചിലപ്പോൾ ഞാൻ എടുത്തില്ല എന്ന് വരും. അതിൻ്റെ സന്ദേശങ്ങളില്ലാത്തതുകൊണ്ടാണ്. ആഹാ. സന്ദേശം തെറ്റായ ഒരു സന്ദേശം അതിലുണ്ട് എന്ന് തോന്നിയുകൊണ്ട് പല സിനിമകളും ഞാൻ എടുക്കാറില്ല. നമ്മൾ എടുക്കണമെന്ന് തോന്നിയിട്ട് നമുക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച സിനിമയുണ്ട്. പിന്നീട് ആ സിനിമ വിജയിച്ച അത് ഞാൻ കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല. ഞാൻ എടുക്കണം, ഞാൻ പ്രൊഡക്ഷൻ ചെയ്യണമെന്നുള്ള സിനിമ വലിയ വലിയ ആൾക്കാർ എൻ്റെ അടുത്ത് വന്നപ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ അവരെടുത്ത് അത് പരാജയപ്പെടുന്ന ചരിത്രം ഞാൻ കണ്ടത്. അങ്ങനെയാണ് കണ്ടത്. തീർച്ചയായും അത് ഇന്ന ആളാന്ന് ഞാൻ പറയാൻ പറ്റില്ല. പക്ഷെ അങ്ങനെയാണ് എൻ്റെ അനുഭവം കണ്ടത്. ഇത് കാണുന്നവർക്ക് മനസ്സിലാവും എന്റെ കാര്യത്തിലായിരിക്കും പറഞ്ഞിട്ടുണ്ട്. അതെ അതെ, എനിക്ക് ഉള്ളുകൊണ്ട് മനസ്സിലായി, ഞാനും പറയുന്നില്ല എന്നുള്ളൂ. സിനിമ മേഖലയിൽ നമുക്ക് മനസ്സിലാവും. ഈ പറഞ്ഞതുപോലെ അങ്ങനെ വന്ന സിനിമകൾ പോകുന്നു, നമുക്ക് മെസ്സേജുകളില്ല, സമൂഹത്തിൽ നല്ലത് പറയുന്ന ഒരു സിനിമകൾക്ക് മാത്രമാണ് ഗോപാലൻ ചേട്ടൻ എപ്പോഴും കൈ കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കി. ചില സിനിമകൾ ഇപ്പം നിലവിൽ ചില സിനിമകൾ പലതും അത്ര സന്ദേശമില്ലാത്ത സിനിമകളൊക്കെ വരുമ്പോൾ ഗോപാലൻ ചേട്ടൻ മനസ്സിൽ എന്താ തോന്നുന്നത്? അത്തരം സിനിമ നല്ല സിനിമ ആയിരിക്കണം എടുക്കേണ്ടത് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഞാൻ പ്രൊഡക്ഷൻ ചെയ്യുന്ന സിനിമയെല്ലാം നല്ല ഇതുവരെ ചരിത്രപരമായ കഥകളും സന്ദേശമുള്ള സിനിമകളാണ് ഞാൻ എടുത്തിട്ടുണ്ട്. എടുക്കാത്ത സിനിമ അങ്ങനെ മോശമായ സിനിമ ഞാൻ എടുക്കാറില്ല. പിന്നെ രണ്ടാമത് പിന്നെ ഈ പ്രചരണത്തിന് എടുക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ എടുക്കുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മൾ കാണാതെ എടുക്കും. കാണാതെ ചില സിനിമ ഒന്നും അവർ കാണിക്കില്ല. ഇപ്പം ഞങ്ങൾക്ക് 90 മാർക്ക് ഇതുവരെ കിട്ടിയ ആളാണ്, അപ്പം ഞങ്ങൾക്ക് 95 ഇതിൽ കിട്ടും എന്നുള്ള രീതിയിൽ അവരെ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ ഞാനത് വിശ്വസിച്ചെടുക്കും. അങ്ങനെയാണ് എടുക്കും. അത് പരാജയപ്പെട്ടിട്ടുണ്ടോ? അത് പരാജയപ്പെട്ടു. അങ്ങനെയുള്ള വിശ്വാസം എടുത്ത് ഇതുവരെ പരാജയപ്പെട്ടു. നന്നായിട്ട് പോകും. ഈ ജയിലർ എന്നുള്ള സിനിമയൊക്കെ എനിക്ക് നല്ല ഒരു വിജയം ഉണ്ടായത്. സൂപ്പർ വിജയം. അതുകൊണ്ട് മാത്രമല്ല അദ്ദേഹം പിന്നെ രജനീകാന്തുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാക്കാൻ ആ കാര്യത്തിൽ സാധിച്ചു. കേരളത്തിൽ ഞങ്ങൾ വളരെ നല്ല രീതിയിലായിരുന്നു ആ കാര്യങ്ങൾ എല്ലാം ചെയ്തത്. അത് നല്ല ഒരു റിസൾട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഈ തമിഴ് സിനിമകൾ ഇങ്ങോട്ട് കൊണ്ടുവരും തോറും ഇപ്പൊ പറഞ്ഞ പോലെ രജനീകാന്തായിട്ട് നല്ല ബന്ധം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം തമിഴും മലയാളവും ഒരു വ്യത്യാസമൊന്നുമില്ല. ഇന്നലെ ഇവിടെ ജയൻ രവി ഇവിടെ വന്നിരുന്നല്ലോ. അവരെല്ലാം തമിഴിലാണ് ചോദിക്കുന്നത്. തമിഴിലാണ് പത്രക്കാരൊക്കെ ചോദിക്കുന്നത് തമിഴിലാണ്. അപ്പൊ അത്ര ഇമ്പ്രൂവ് ആയി. പിന്നെ ഏത് മലയാളം സിനിമ കണ്ടാലും തമിഴ് സിനിമ കണ്ടാലും ഒരേ ഫീലിംഗ് അവർക്കുള്ളത്. അപ്പൊ അത്രയും തമിഴുകൾ മലയാളികൾക്ക് ഈ ഭാഷ പെട്ടെന്ന് മനസ്സിലാക്കാം. കലയിൽ ഭാഷയില്ല എന്ന് വേണമെങ്കിൽ പറയാം. അത് ഏറ്റവും വലിയ ക്വാളിറ്റി എന്നതാണ് മലയാളികൾക്ക്. അവർ ഏത് അവസരത്തിൽ ഏത് ഭാഷയിലായിക്കോട്ടെ ഏത് സംസ്കാരത്തിലായിക്കോട്ടെ അവർ ഉടനെ അരിഞ്ഞു ചെയ്യുക. അതതിൻ്റെ ക്വാളിറ്റി. മലയാളികൾക്ക് അങ്ങനെ കൊണ്ട് കുറച്ചൊക്കെ ദോഷവശങ്ങൾ ഉണ്ടെങ്കിലും പക്ഷേ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഒരു പ്രവാസി മലയാളി എന്ന രീതിയിൽ, അതായത് ഞാൻ അന്യനാട്ടിലാണ് ജീവിക്കുന്നത്. ഇപ്പം കേരളത്തിൽ വന്നാണ്ട് എല്ലാ മലയാളികളും അങ്ങനെയാണ്. അന്യനാട്ടിൽ പോയിട്ട് എന്തെങ്കിലും ഡെവലപ്പ് ചെയ്തിട്ടാണ് കൂടുതൽ ഇങ്ങോട്ട് വരാറുള്ളത് അധികം ആൾക്കാരും. ഇപ്പോൾ ഇവിടെ നിന്ന് എല്ലാ പ്രസ്ഥാനങ്ങളും ഉയർത്തിയ ആൾക്കാരെല്ലാം അല്ലെങ്കിൽ പ്രവാസി മലയാളികളായിരിക്കും, അല്ലെങ്കിൽ മലയാളികളായിരിക്കും. ഇവിടെ നിന്ന് തന്നെ ഒരു ഫാക്ടറി ഉണ്ടാക്കിയിട്ട് വളരെ ചുരുക്കം ആളുകളാണ് ഞാൻ കാണുന്നത്. അവർക്ക് എന്തെങ്കിലും ഒരു പ്രവാസിയായിട്ടൊരു ബന്ധം ഉണ്ടാവും, എല്ലാവരുമായിട്ട് അവരുടെ ഫാമിലി കണക്ഷൻ ഉണ്ടാവും. അങ്ങനെയാണ്. അപ്പോൾ അപ്പോൾ അങ്ങനെയുള്ള ഒരു പൊസിഷൻ വരുമ്പോൾ മലയാളി അതിൻ്റെതായ ഒരു വ്യക്തിത്വം പുലർത്തുന്ന ഒരാളുകളാണ്. അതാണ് ഞാൻ പറയുന്നത്. ഈ പറഞ്ഞല്ലോ എല്ലാ ബിസിനസ്സും ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് ചിട്ടിയാണെങ്കിലും ഗോൾഡ് ബിസിനസ് ആണെങ്കിലും ഒപ്റ്റിക്കൽ ബിസിനസ് ആണെങ്കിലും എല്ലാ ബിസിനസ്സും ചെയ്യുന്നുണ്ട്. ഏറ്റവും തൃപ്തി നൽകുന്ന ബിസിനസ് ഏതാ? തൃപ്തി നൽകുന്നെന്ന് പറഞ്ഞാൽ എൻ്റെ ഫാഷൻ തൃപ്തി. നമ്മൾ നഷ്ടമുണ്ടെങ്കിലും നിങ്ങളൊരു നിങ്ങൾക്ക് നിങ്ങൾ എന്ത് ജോലി ചെയ്താലും ഒരു എൻ്റർടൈൻമെൻ്റ് ഒരു സുഖം ഉണ്ടാവും. അതെ അതെ അതെ. ജോലി ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡ്യൂട്ടിയാണത്. അതിൻ്റെ സുഖം വേറെ, ഈ സുഖം വേറെ. അപ്പം സിനിമ എന്നത് ഒരു എൻ്റർടൈൻമെൻറ്റ് ആണ്. ഞങ്ങളിപ്പോൾ അത് ബിസിനസ്സും കൂടി ചേർത്ത് ചെയ്യുന്നതാണ്. അപ്പം അതിൻ്റെ ഒരു ടെൻഷൻ നമുക്ക് ഇത്രയാലും ഉണ്ടാവും. മനസ്സിലായില്ലേ? പക്ഷെ നമ്മളെ ഒരു സിനിമ നല്ലൊരു സിനിമ നമുക്ക് കാണുമ്പോൾ ഒരു സന്തോഷം നമുക്ക് ഉണ്ടാകും. ഒരു 3 മണിക്കൂർ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അതിൽ നമുക്ക് ഇടവിടാതെ ഒന്ന് ശ്രദ്ധിക്കാനേ പറ്റില്ല. ആ 3 മണിക്കൂർ അതിൽ തന്നെ നമ്മൾ കോൺസെൻട്രേഷൻ ഉണ്ടാക്കിക്കുന്ന സിനിമയാണ് ഏറ്റവും നല്ല സിനിമ. അതിലാണ് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. ഈ ബിസിനസ് മേഖലയിൽ ഏറ്റവും ഞാൻ നേരത്തെ ചോദിച്ച ബിസിനസ് മേഖലയിൽ പല ബിസിനസ് ഉണ്ടല്ലോ, ഇതിലെല്ലാത്തിനും സമയം കണ്ടെത്തണല്ലോ. ഇപ്പം പുതിയൊരു ബിസിനസ് ഒരു പുതിയ ബിസിനസ് ഇപ്പോൾ തുടങ്ങാൻ തീരുമാനിക്കുകയാണ്. അതിന്റെ റൂട്ടുകൾ മൊത്തം പഠിക്കണമല്ലോ. പഠിച്ചിട്ട് കുറെ കാശ് ഉണ്ടാക്കിയിട്ട് ബാങ്കിൽ ഇട്ടിട്ട് ഞാനാണ് ഏറ്റവും വലിയ പണക്കാരെന്ന് പറയുന്നേക്കാളും നല്ലത്. അത് എന്തെങ്കിലും നമുക്ക് അറിയുന്ന സാങ്കേതികമായ അറിവുള്ള ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ കച്ചവടം അറിയുന്ന ആൾക്കാരുണ്ടാവും.
അല്ലെങ്കിൽ വേറെ സിനിമ എടുക്കാൻ കഴിവുള്ള ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ റീഡിങ്ങിൽ പിന്നെ എഴുതാൻ കഴിവുള്ള ആൾക്കാർ, എന്തെങ്കിലും ഓരോരുത്തർക്കും ന്യൂനത. എല്ലാത്തിൻ്റെ അച്ചുതണ്ട് ഫൈനാൻസാണ്. അതെ അതെ. ഇപ്പം ഫിനാൻസിൻ്റെ ആൾക്കാരെ സമീപിക്കുക എന്നുള്ളത് അത് ഒരു ഇതാണല്ലോ, ഒരു കൾച്ചർ തന്നെയാണല്ലോ. അതിന് അപ്പോൾ അങ്ങനെ ആരെങ്കിലും കഴിവുള്ള ആൾ വന്നു കഴിഞ്ഞാൽ അവൻ്റെ കഴിവുകളും ഇതെല്ലാം നോക്കിയിട്ട് അവന് ഒരു വിലയിരുത്തും. ഇത്രയാണ് അവന് ഏതെല്ലാം രീതിയിൽ അവൻ പ്രവർത്തിക്കുന്ന ആളാണോ മടിയനാണോ എന്നൊക്കെ നോക്കി പല പ്രാവശ്യം ഒരു ചെക്കിങ് ഒക്കെ 2-3 മാസം അവരെ നടത്തിയിട്ട് അവൻ്റെ കഴിവുകൾ മനസ്സിലാക്കിയാൽ അവൻ ആ ബിസിനസ് ഞങ്ങൾ ഒരു ഫൈനാൻസ് ഞങ്ങൾ കൊടുക്കും. അത് ഫൈനാൻസ് വെച്ചാൽ ഒരു 50% ആക്കിയിട്ട് അവന് കൊടുത്തിട്ട് അവനെ കൊണ്ട് ചെയ്യിപ്പിക്കും. അത് തീർച്ചയായിട്ടും നന്നായിട്ടുണ്ടാവും. പക്ഷെ അത് ചിലപ്പോൾ ഞങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ അത് ലേശം നെഗറ്റീവായിട്ട് കണ്ടാൽ അന്നേരം കട്ട് ചെയ്യും. അത് കട്ട് ചെയ്യും. പിന്നെ അങ്ങനെ അതുകൊണ്ട് ഞാൻ കഴിവുള്ള ആളുകൾ എൻ്റെ അടുത്ത് വന്നാൽ ഏത് തൊഴിലാണ് ഏത് ബിസിനസ്സിലാണ് കൂടുതൽ കഴിവുള്ളത് അവർ വന്നു കഴിഞ്ഞാൽ എല്ലാം എന്നോട് ചേർക്കാൻ പറ്റും, എന്നോട് ചേർക്കും. അല്ലെങ്കിൽ അവൻ്റെ ബിസിനസ് തനിയായിട്ട് ഇതിട്ട് തനിയെ ബിസിനസ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് കണ്ടാൽ അവർക്ക് ഉണ്ടാക്കി കൊടുക്കും. അതാണ് നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. കൃത്യമായി സെലക്ട് ചെയ്തിട്ട് ചെയ്യും.